നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും 24 സമഗ്രമായ ഒരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. നിരവധി വാർത്തകൾ ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് മെയ് 23 ശനിയാഴ്ച, ഇടവം 9 ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടരുന്നതിനിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഡൽഹിയിൽ AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ വടംവലി തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം. കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴിക്കൻ, മാത്യു കുഴൽനാടൻ, അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകൾ പലയിടങ്ങളിലായി ഉയർന്നു കേൾക്കുന്നു. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട DCC അധ്യക്ഷന്മാർക്കും പകരക്കാരെത്തും. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേർന്നത്. ബൽറാം, നിരവധി നേതാക്കളുടെ പേരുകൾ ഉന്നയിക്കുന്നു, ചർച്ചകളിൽ ഉൾപ്പെടുന്നു. ആരാകും അധ്യക്ഷൻ? അങ്ങനെ നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ശ്രീനിധി, ഗോകുൽ. ഈ മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് വി.ഡി. സതീശൻ. അദ്ദേഹം ഇന്ന് AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ സന്ദർശനം എന്ന തരത്തിലുള്ള ഒരു സൗഹൃദ സന്ദർശനത്തോട് ഒപ്പം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഈ ഒരു സന്ദർശനത്തിനിടെ ഉണ്ടാകും. രാവിലെ 11 മണിക്ക് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്. തുടർന്ന് സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്യും. പുതിയ KPCC അധ്യക്ഷൻ ആരാകണമെന്നതിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ AICC നേതൃത്വത്തെ തന്റെ അഭിപ്രായം അറിയിക്കും. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച DCC പ്രസിഡന്റുമാരെ മാറ്റി KPCC പുനഃസംഘടിക്കുന്നതും ഈ ഒരു സന്ദർശനത്തിനിടെ ചർച്ചയാകും. ഈ പ്രധാനമായും നേരത്തെ തന്നെ പല പേരുകൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി ഉയർന്നു വന്നിട്ടുണ്ട്. അത് അടൂർ പ്രകാശിന്റെ പേര്, ബെന്നി ബെഹനാന്റെ പേര് അടക്കമുള്ളവ തന്നെ സജീവമായി തന്നെ ഉയർന്നു വന്നിരുന്നു. ഇരുവരും MP-മാരാണ്. നേരത്തെ ഈ നേതാക്കളും നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ത് എന്നുള്ളതായിരിക്കും അദ്ദേഹം ഈ സന്ദർശനത്തിനിടെ അറിയിക്കുക. ഈ സംസ്ഥാനത്ത് ഒരു മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം അറിഞ്ഞുകൊണ്ടായിരിക്കും KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഭരണവും പാർട്ടിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം, തർക്കങ്ങളില്ലാത്ത ഒരു സാഹചര്യം, അതിന് നേതൃത്വം പരിഗണന നൽകുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക കൂടിക്കാഴ്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്താൻ സമയം തേടിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു സമയക്രമം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് കേരള ഹൌസ് ജീവനക്കാരും ഡൽഹി മലയാളികളും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അടക്കമുള്ളവർ, അത് ജെൻസികൾ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് അദ്ദേഹത്തിന് ഉജ്ജ്വല വരവേൽപ്പ് കേരള ഹൌസിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷവും നൽകിയത്. എന്തായാലും ആദ്യ ഡൽഹി സന്ദർശനത്തിനിടെ തന്നെ സൗഹൃദ സന്ദർശനത്തോടൊപ്പം സംഘടനാ പുനഃസംഘടനയും ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി ബൽറാം, ഏതായാലും 7 DCC അധ്യക്ഷന്മാരെ അടക്കം മാറ്റേണ്ടതുണ്ട്. KPCC അധ്യക്ഷനൊപ്പം തന്നെ 7 DCC അധ്യക്ഷന്മാരെയും കണ്ടെത്തേണ്ടതുണ്ട്. അവർക്കായി ഓരോ ഗ്രൂപ്പുകളും ഓരോ നേതാക്കന്മാർ, ഗ്രൂപ്പിനപ്പുറത്തേക്ക് ഇപ്പോൾ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് ആ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ നേതാക്കന്മാർ 3 പക്ഷത്തു നിന്നും പിടിവലി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആരൊക്കെ സ്ഥാനത്തേക്ക് വരും, ചുമതലകളിലേക്ക് വരും എന്ന് തന്നെ കണ്ടറിയണം. ഡൽഹിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട യോഗം കൂടി നടക്കുന്നുണ്ട്. അത് തുടർന്ന് വരികയാണ്. ഇന്നും ആ യോഗം CPM-ന്റെ യോഗം ചേരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള CPIM കേന്ദ്ര കമ്മിറ്റിയിൽ ഇന്നും ചർച്ച തുടരും. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. പാർട്ടി കോട്ടകളിൽ ഏറ്റ പരാജയം നേതൃത്വത്തിനുള്ള അണികളുടെ തിരുത്താണെന്നും തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഒരിക്കൽ കൂടി ബൽറാമാണ് ചേരുന്നത്. ബൽറാം, നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയിൽ ഉൾപ്പെടുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രീനിധി, ഗോകുൽ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. ഈ ചർച്ചകൾ പ്രധാനമായും പ്രധാന അജണ്ട ഇത്തവണത്തെ യോഗത്തിന്റെ എന്നുള്ളത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രകടനമാണ്. കേരളത്തിൽ ഒരു തിരിച്ചുവരവിന് അല്ലെങ്കിൽ ഒരു 3ാം തവണയും ഭരണം ലഭിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു നേരത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന ഘടകം അവതരിപ്പിച്ചത്. എന്നാൽ കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി ഈ വിഷയം പരിഗണിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ ജനറൽ സെക്രട്ടറി MA ബേബി പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ യോഗത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ ഒരു റിപ്പോർട്ടിൽ അത് സംസ്ഥാന ഘടകം നേരത്തെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. ഭരണവിരുദ്ധ വികാരം അല്ല തിരിച്ചടിക്ക് കാരണമെന്നും ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകോപിപ്പിച്ചതാണ് കാരണമെന്നുമാണ് വ്യക്തമാക്കിയത്. എന്നാൽ തുടർന്ന് നടന്ന ചർച്ചകളിൽ കേരളത്തിൽ നിന്നും 4 അംഗങ്ങൾ അടക്കമുള്ളവർ പങ്കെടുത്തു. ഈ ചർച്ചകളിൽ കേരള അംഗങ്ങളും പുറമേ നിന്നുള്ള അംഗങ്ങളും എല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തിനടക്കം എതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ചും ഈ വിമതർ മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചത് അത് പാർട്ടി കോട്ടകളാണ് തകർക്കപ്പെട്ടത്, അത് അണികൾ നേതാക്കൾക്ക് നൽകുന്ന ഒരു തിരുത്താണ് എന്നും ആ ഒരു ചുവരെഴുത്ത് വായിക്കാതെ പോകരുത് എന്നും തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാകണം, ഈ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള 4 അംഗങ്ങൾ, അത് P രാജീവ്, ഒപ്പം തന്നെ P സതീദേവി, CS സുജാത, ഇളമരം കരീം അടക്കമുള്ള 4 പേരാണ് കേരളത്തിൽ നിന്നും ചർച്ചകൾ പങ്കെടുത്ത് സംസാരിച്ചത്. തമിഴ്നാട്, ബംഗാൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും സമാനമായി തന്നെ വിമർശനങ്ങൾ ഉയർന്നു. അമിത ആത്മവിശ്വാസം തിരിച്ചടിക്ക് കാരണമായോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നും നേതാക്കൾ അണികൾക്കിടയിലേക്ക് ഇറങ്ങണം എന്നതടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് പുറമേ നിന്നുള്ള അംഗങ്ങൾ നടത്തിയത്. എന്തായാലും ഇന്നും ചർച്ചകൾ തുടരും. 60ഓളം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ വിശകലനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും. തെറ്റിതിരുത്തൽ നടപടികളുടെ അടിസ്ഥാനം ഈ നടക്കുന്ന ചർച്ചകളായിരിക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ കേന്ദ്ര കമ്മിറ്റി തുടരുമ്പോൾ നിരവധി കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ടത് അമിത ആത്മവിശ്വാസം വിനയായോ എന്നൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കൾ പറയുന്നത് ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളിൽ ഇറങ്ങിയോ എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും ഈ സംസ്ഥാന നേതൃത്വവും അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ ഇവിടെ നിന്ന് ഉള്ള അംഗങ്ങളൊക്കെ അറിയിച്ചതിനപ്പുറത്തേക്കുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാരണങ്ങൾക്കപ്പുറത്തേക്ക് ചർച്ചയിൽ വിമർശനം ഉയരുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ തന്നെ വിമർശനം ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിനെതിരെ. താഴെക്കിടയിൽ നിന്ന് വരുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന വിമർശനമാണ്. ഇന്നും ചർച്ച തുടരും. അപ്പോൾ കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങളും പ്രതീക്ഷിക്കാം. കൊച്ചി മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഇന്നലെ മന്ത്രി റോജി M. ജോണും കുടുംബങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അതേസമയം ഒഴിപ്പിക്കൽ നടപടികൾക്കായി അഭിഭാഷക കമ്മീഷൻ ഇന്ന് പ്രദേശത്തെത്തിയേക്കും. ആൻ മരിയ സണ്ണിയുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആൻ, ഇന്നലെ ഈ പ്രദേശവാസികളായ കുടുംബങ്ങൾ, ഈ പ്രശ്നം നേരിടുന്ന കുടുംബങ്ങൾ ആഭ്യന്തരമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ സുപ്രീം കോടതിയിലേക്കുള്ളൊരു നീക്കത്തിനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമം നടത്താമെന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചു. ഇന്ന് ഏതായാലും ഒരു അഭിഭാഷക കമ്മീഷൻ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു മോശം അനുഭവം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നത് ഉറപ്പിക്കാമോ? മുന്നിലുള്ള നിയമവഴികൾ എന്തൊക്കെയാണ്? ഗൂഗിൾ തീർച്ചയായിട്ടും ഏകദേശം 15 തവണയായിട്ട് അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തുന്നു. അതിൽ 14 തവണയും മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ 15ാമത്തെ തവണ അത് നേരെ വിപരീതമായിട്ട് വലിയൊരു അതിക്രമത്തിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് പോലീസിനെതിരെയൊക്കെ ഉയർന്നു വന്നത് വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളുമാണ്. CPM ഈ പ്രതിഷേധം അത് വലിയ തരത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ എന്തായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. സർക്കാർ കോടതിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. തിങ്കളാഴ്ചയായിരിക്കും ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. തുടർന്ന് ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ നിന്നായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, അതായത് ഈ ഹൈക്കോടതി തീരുമാനം അത് പ്രദേശവാസികൾക്ക് അനുകൂലമാണെങ്കിൽ മറ്റ് അവർക്ക് അവിടെ താമസിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. ഇനി അഥവാ പ്രതികൂലമായിട്ടാണ് ഈ തീരുമാനം വരുന്നത് എങ്കിൽ അവർക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്തതിനു ശേഷം അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് ഇന്നലെ എറണാകുളം കളക്ടറേറ്റിൽ വെച്ച് മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇന്ന് അഭിഭാഷക, അതായത് ഇത് കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്, അതിൽ സർക്കാരിന് മറ്റു രീതിയിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, കോടതിപരമായിട്ടുള്ള രീതിയിലായിരിക്കും ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അഭിഭാഷക കമ്മീഷന് ഇന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മുനിസിപ്പൽ കോടതി ഒരു തീരുമാനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മുഴുവനായിട്ട് ഒഴിപ്പിക്കണമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിഭാഷക കമ്മീഷൻ ഇന്ന് സ്ഥലത്തെത്തും. ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് നടപടികൾ
നടപടിക്രമങ്ങളോ ഈ രീതിയിലുള്ള അതിക്രമ സംഭവങ്ങളോ ഉണ്ടായിരിക്കുകയില്ല എന്ന് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ ചർച്ചയിലും ഇന്നലെ പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾ രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചകൾ നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും ഈ സുപ്രീം കോടതി വരെയാണെങ്കിൽ പോലും ഇതിൽ പോകും, നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല എന്നൊരു ഉറപ്പും ഈ പ്രദേശവാസികൾക്ക് നൽകുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് 8:30 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളും അതിൽ നടക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് ഇതിനകത്ത് ഈ 14 തവണയും ഇല്ലാത്തൊരു കാര്യം, അതായത് 2 വർഷമായിട്ട് അവർ ഈ ദുരിതം അനുഭവിക്കുന്നു. ഈ ഇത്രയും കാലം അത്രയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് റോജി എം ജോൺ പറയുമ്പോൾ പോലും അവിടെ CPM അവർക്ക് ഉണ്ടായിരിക്കുന്ന, അതായത് ഈ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രതിഷേധമായിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും പ്രദേശവാസികൾക്ക് അല്പം ആശ്വാസകരമാണ്. കാരണം സർക്കാർ കോടതിയെ സമീപിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പും അവിടെ നൽകിയിട്ടുണ്ട്. ഗോകുൽ, ശരി, ഏതായാലും മലയിടംതുരുത്തിലെ ആളുകളുടെ ആശങ്ക തീരുന്നില്ല. അവർക്കിനി നിയമവഴിയിൽ എന്തൊക്കെയാണ് സാധ്യമാവുക, സർക്കാർ കൂടി അവർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ്. മുമ്പ് പോലീസ് നടപടിയെ തുടർന്ന് വലിയ വിമർശനം നേരിട്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ ഇടപെടുന്നു. ആദ്യമായാണ് സർക്കാർ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ മന്ത്രിമാരുടെയും ഒപ്പം കോൺഗ്രസിൻ്റെയും ഒക്കെ വിശദീകരണം. ഏതായാലും ഇന്ന് അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തുമ്പോൾ പോലും ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു മോശം അനുഭവം ഉണ്ടാവില്ല എന്നും ഉറപ്പ് നൽകുന്നുണ്ട് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല അടക്കമുള്ളവർ. ഈ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഗൂഗിൾ, നമുക്കറിയാം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എന്നാൽ ആ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ, വാഗ്ദാനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ KSRTC ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടപ്പാക്കുന്നതിന് മുൻപ് പുതിയ സ്കീം തയ്യാറാക്കണമെന്നും ഫിനാൻഷ്യൽ റോഡ് മാപ്പ് തയ്യാറാക്കണമെന്നുമാണ് നീക്കം. ഗതാഗത സെക്രട്ടറിയുമായും KSRTC MD-യുമായും മന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അജ്മൽ ദിറാർ ചേരുന്നുണ്ട്. അജ്മൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കണക്കാണ്, കോടികളുടെ നഷ്ടത്തിന്റെ കണക്കാണ് ഈ പദ്ധതി നടപ്പാക്കിയാൽ, അല്ലെങ്കിൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നടപ്പാക്കിയാൽ ഉണ്ടാകുന്നത്. എത്ര കോടി നഷ്ടമാകുമെന്നത് കണക്ക് സഹിതം സമർപ്പിച്ചു കഴിഞ്ഞു KSRTC-യുടെ ഭാഗത്തു നിന്ന്. ഇനി ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമാകുമോ? ഏതൊക്കെ വിഭാഗത്തിലുള്ള ബസ്സുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടുകളിൽ ഈ സൗജന്യ യാത്ര സാധ്യമാകും, അതിന്റെ പോസിബിലിറ്റി എന്താണെന്നൊക്കെ ഇന്ന് ചർച്ചയാകില്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഇതിലിപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച KSRTC-യിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു ഉന്നതതല യോഗം UDF സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. ആ യോഗം മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയാൽ അതിന് സംസ്ഥാന സർക്കാരിനുണ്ടാകുന്നതും KSRTC-ക്ക് ഉണ്ടാകുന്നതുമായ നഷ്ടക്കണക്കുകൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ആ കണക്കുകൾ മുന്നിൽ വെച്ചാണ് ഇന്ന് ഇപ്പോൾ ഉന്നതതല ഈ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല യോഗം നടക്കുക. അതിൽ ഈ KSRTC-യുടെ CMD-യും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും മുന്നോട്ട് വരുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് ഈ ജെൻഡർ കണക്കെടുപ്പ് KSRTC നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 45% റിസർവേഷൻ നടത്തി KSRTC-യിൽ യാത്ര ചെയ്യുന്ന 45% സ്ത്രീകളാണ്. റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യുന്നത് 55% സ്ത്രീകളാണ്. ഈ സ്ത്രീ യാത്രക്കാരിൽ നിന്നും വരുന്ന വരുമാനം നിലച്ചു പോയാൽ KSRTC-ക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പദ്ധതി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 120 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ടിക്കറ്റ് വരുമാനത്തിന് പുറത്ത് KSRTC-ക്ക് സഹായമായി, അതായത് അതിൻ്റെ KSRTC-യുടെ മെയിൻ്റനൻസിനും അതോടൊപ്പം തന്നെ ശമ്പള വിതരണത്തിനുമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തുക 120 കോടിക്ക് പുറമെ ഈ സ്ത്രീകളുടെ വരുമാനം, ടിക്കറ്റ് വരുമാനത്തിൽ നിന്നുള്ള ആ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ അതിനെ മറികടക്കാൻ എത്ര കോടി അധികമായി നൽകണമെന്ന ഒരു കണക്ക് കൂടി ഇന്നലെ ഗതാഗത സെക്രട്ടറി സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 60 കോടിയോളം രൂപ അധികമായി നൽകണമെന്നാണ് ഗതാഗത സെക്രട്ടറിയുടെ കണക്കിൽ പറയുന്നത്. ഈ 60 കോടി രൂപ അധികം നൽകിക്കൊണ്ട് ഈ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ആനുകൂല്യങ്ങളും KSRTC-യുടെ മെയിൻ്റനിങ് ചാർജും നൽകി എങ്ങനെയാണ് KSRTC-ക്ക് മുന്നോട്ട് പോകാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ ഇപ്പോൾ ഒരു ഉപാധിയായി മുന്നോട്ട് വയ്ക്കുന്നത്, പരിഗണിക്കുന്നത് വളരെ
വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ജില്ലകൾക്കുള്ളിൽ മാത്രം ഒരു അന്തർജില്ലാ യാത്രകളെ ഒഴിച്ചു നിർത്തി ജില്ലകൾക്കുള്ളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ എങ്ങനെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകുമോ എന്നത് സർക്കാർ പരിഗണിക്കുന്ന ഒരു വിഷയമാണ്. മറ്റേത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രം യാത്രാ സൗജന്യം നൽകിയാൽ ഇതുമായി മുന്നോട്ട് പോകാനാകുമോ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, ഇപ്പോൾ ഇത്ര പ്രായപരിധിക്ക് താഴെയുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഇത്ര പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമോ ഈ പറയുന്ന സൗജന്യ യാത്ര നൽകിയാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകും? അത്തരത്തിൽ ഈ പദ്ധതിയുമായി ആദ്യം തന്നെ മുന്നോട്ട് വന്ന പ്രതിസന്ധികളെ മറികടന്ന് ഏതൊക്കെ ഉപാധികൾ വെച്ച് മുന്നോട്ട് പോകാനാകുമെന്ന കാര്യത്തിലും സർക്കാർ പല ഉപാധികളും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ജൂൺ 15 മുതലാണ് ഈ പദ്ധതി പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകും. ജൂൺ 15 പദ്ധതി ആരംഭിക്കുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം, സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രഖ്യാപനം. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വകാര്യ ബസ് മേഖലയിലുള്ളവർ ഈ പദ്ധതി പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവർ സമരവുമായി രംഗത്തിറങ്ങുമെന്ന ഒരു സൂചന വന്നതിനിടയിൽ സർക്കാർ അവരുമായും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൻ്റെ തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഉയരുന്ന നിർദ്ദേശങ്ങളും ഉപാധികളും മുന്നിൽ വെച്ചായിരിക്കും ഈ സ്വകാര്യ ബസ് ഡ്രൈവറും അവരുടെ സംഘടനകളുമായിട്ടുള്ള മറ്റ് യോഗങ്ങൾ ഇനി സർക്കാർ നിശ്ചയിക്കുകയും അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉയർന്നു വരണമെന്നതിനെക്കുറിച്ച് സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്യുക. ഗോകുൽ. ശരി, അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ പദ്ധതി പ്രഖ്യാപിച്ച മുതൽ, ഈ വാഗ്ദാനം പ്രഖ്യാപിച്ചത് മുതൽ വി.ഡി. സതീശനോട് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന്. അതിനൊരു വഴിയുണ്ട്, ഒരു കണക്കുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. CP ജോണും അതുപോലെ തന്നെ ഒരു കണക്ക് വിദഗ്ധനാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. ഇവരെ ചേരുമ്പോൾ എന്താണ് ഒരു മാജിക്കൽ ഫോർമുല അല്ലെങ്കിൽ ഒരു മാജിക്കൽ പ്ലാൻ ഉണ്ടാകുമെന്നുള്ളതാണ് വരുമ്പോൾ അതിന്റെ പ്രായോഗികമായ നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്ന അവരുടേതായ ആശങ്കകളുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, അതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അപ്പോൾ തുടർന്നുള്ള ചർച്ചകളിൽ അത്തരത്തിലൊരു പരിഹാരം കണ്ടുകൊണ്ട് തന്നെ ആ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ. ഇന്നത്തോടുകൂടി സ്ത്രീകളുടെ യാത്രയിൽ, സൗജന്യ യാത്രയിൽ എന്താകും അതിന്റെ ഒരു ഫോർമുല? ഇനി പുതിയ എന്തെങ്കിലും കാർഡുകൾ വരുമോ, അതല്ല ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക, ഏതൊക്കെ റൂട്ടിലാണെന്നൊക്കെ ഒരു വ്യക്തത ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ഇന്ന് നടക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇന്നത്തേത്. അജ്മൽ ദിറാർ തുടരുന്നുണ്ട്. അജ്മൽ, ഇന്നത്തെ യോഗത്തിൽ സർക്കാരിന്റെ നയസമീപനം എങ്ങനെയാണ്, ആഭ്യന്തര വകുപ്പും പോലീസും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു മാർഗനിർദ്ദേശം ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഗോകുൽ, ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇന്ന് നടക്കുക. ഇന്ന് 10:30 മണിക്ക് ഈ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ യോഗത്തിൽ ഇപ്പോൾ SP റാങ്കിന് മുകളിലേക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന പോലീസ് അസോസിയേഷനിലെ ഉദ്യോഗസ്ഥർക്ക് സുഖകരമായ ജോലിയായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തിയതിനു പിന്നാലെ പലയിടങ്ങളിലേക്കും സ്ഥലം മാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം പോലും ഇടാതെ 10 വർഷം ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ പലയിടങ്ങളിലേക്കും മാറ്റി നിയമിച്ചതിനിടയിൽ ഇവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 25ഓളം ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം 2 ആഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ഈ പല നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന ഗൺമാൻമാർ അവരെ എത്രത്തോളം ഇനി നിലനിർത്തണം എന്നതിനെ കുറിച്ചും ഒരു വിഷയം ഉറപ്പായും ചർച്ചയായി വരുമെന്നതിൽ സംശയമില്ല. കാരണം ഇന്നലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് മുന്നിൽ കഴിഞ്ഞ 10 വർഷമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരസിച്ച് അവരെ 6 ഉദ്യോഗസ്ഥരെ നിരന്തരമായി വീടിന് മുന്നിൽ കാവലേർപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പുറത്തു വന്ന വാർത്ത പ്രകാരം തിരുവനന്തപുരത്തെ ഒരു കോർപ്പറേഷൻ കൗൺസിലർക്ക് പോലും ഗൺമാൻ അനുവദിച്ചിരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് തീരുമാനിക്കുക സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയാണ്. അവരുടെ നിർദ്ദേശാനുസരണം ഇനി ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഗൺമാൻമാരെയും ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെയും നിശ്ചയിക്കേണ്ടതെന്ന് അടക്കമുള്ള വിഷയങ്ങളും ഈ യോഗത്തിൽ ഉയർന്നു വരും. ഏതായാലും രാവിലെ 10:30 മണിക്ക് നടക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുക ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗം കൂടിയാണ് ഗോകുൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുക. അമേരിക്കയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സമാധാന ചർച്ചയിൽ പല വിഷയങ്ങളിൽ കടുത്ത അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതായി ഇറാൻ. വരും ആഴ്ചകളിലോ മാസങ്ങളിലോ ധാരണയിലെത്താനാകുമോ എന്ന് പറയാൻ പ്രയാസമാണെന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണ് സമാധാന ചർച്ചകൾ തുടരുന്നതിനുള്ള പ്രധാന തടസ്സമെന്ന്
ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി കുറ്റപ്പെടുത്തി. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് അരക്ചിയുടെ പ്രതികരണം. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇറാൻ അധികൃതരുമായി ചർച്ച തുടരുകയാണ്. പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ പിന്തുണയ്ക്കുന്നതിനായി ഖത്തറിന്റെ പ്രതിനിധി സംഘവും ഇറാനിലെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനാൽ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് ട്രംപ് അറിയിച്ചു. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് രാജിവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ടുകൾ. ക്യാൻസർ ബാധിച്ച ഭർത്താവിനെ പരിചരിക്കാനാണ് രാജിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇറാനിലെ സൈനിക നടപടികളുടെ കാര്യത്തിൽ ട്രംപിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു ഗബാർഡിന്റെ പല പ്രസ്താവനകളും. ജൂൺ 30 ഗബാർഡ് സ്ഥാനമൊഴിയുമെന്ന് ട്രംപ് വ്യക്തമാക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഡൽഹിയിലെത്തുന്ന റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കൊൽക്കത്തയിലാണ് മാർക്കോ റൂബിയോ വിമാനമിറങ്ങുന്നത്. നാളെ അദ്ദേഹം വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ചൊവ്വാഴ്ച നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്ന റൂബിയോ ഡൽഹിക്കും കൊൽക്കത്തയ്ക്കും പുറമെ ആഗ്രയും ജയ്പൂരും സന്ദർശിക്കും. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് V3 12ാം പരീക്ഷണ വിക്ഷേപണം ഭാഗിക വിജയം. 6 എഞ്ചിനുകളിൽ 1 പ്രവർത്തിച്ചില്ലെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിയന്ത്രിത സ്പ്ലാഷ് ഡൗൺ സാധ്യമാക്കി. ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ വിക്ഷേപണ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. നാസ ചാന്ദ്ര ദൗത്യത്തിനും ചൊവ്വ ദൗത്യത്തിനും ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. തന്റെ അക്കൗണ്ടിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെട്ടുവെന്നും അക്കൗണ്ട് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും അഭിജിത്ത് ദീപ്കയുടെ എക്സ് പോസ്റ്റ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, നേരത്തെ ഈ അവരുടെ ട്വിറ്റർ ഹാൻഡിലിന് നേരെയുള്ള നടപടി അപ്പോഴും അവരുടെ പിന്തുണയേറുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി ഈ പാറ്റ മാറുകയാണ്. എന്താണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കയുടെ ആരോപണം? ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിലാണോ ഈ പ്രശ്നമുള്ളത്? ഗോകുൽ, ശ്രീനിധി, പാറ്റ വിപ്ലവം വലിയ തരംഗമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതിനിടെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ വലിയ തോതിലുള്ള വളർച്ച അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ എണ്ണം വലിയ തോതിൽ ഇവർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രാദേശികമായി സംസ്ഥാന തലത്തിലുള്ള പേരുകളുള്ള പേജുകൾ പോലും തുറന്നിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എക്സിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം തന്നെ ഈ ഒരു മുന്നേറ്റം പ്രകടമാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ സ്ഥാപകൻ, അവരുടെ വെബ്സൈറ്റ് സ്ഥാപിച്ച അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ തന്നെ ഈ CJPയുടെ ഇൻസ്റ്റാ അക്കൗണ്ടും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നും തനിക്ക് അതിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭീഷണികൾ ഉണ്ടായിരുന്നതായി അറിയിച്ചിരുന്നു. പലതവണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മറ്റു പലയിടങ്ങളിൽ നിന്നും അത് ഉപയോഗിക്കാൻ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നതായി തനിക്ക് സന്ദേശങ്ങൾ ലഭിച്ചതായുള്ള സ്ക്രീൻഷോട്ടുകൾ 2 ദിവസം മുമ്പ് തന്നെ അഭിജിത്ത് ദീപ്കെ പങ്കുവച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ തനിക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുമാണ് അഭിജിത്ത് ദീപ്കെ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഒരു വീഡിയോ ഭീഷണി സന്ദേശം സംബന്ധിച്ചുള്ള ആശങ്കയും അദ്ദേഹം എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലുള്ള തൻ്റെ വീടിന് സമീപത്ത് നിന്നാണ് എന്നും ഉടൻ തന്നെ കാത്തിരിക്കൂ എന്നുമുള്ള ഒരു വീഡിയോ സന്ദേശം തനിക്ക് ലഭിച്ചു. തൻ്റെ മാതാപിതാക്കളെ അപായപ്പെടുത്തുമെന്നതടക്കമുള്ള ഭീഷണികൾ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ആശങ്കയാണ് അഭിജിത്ത് ദീപ്കെ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം പ്രാദേശിക അക്കൗണ്ടുകളിലടക്കമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ദിനം പ്രതി അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴ തുടരാൻ സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെ വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ഇന്ന് വർഷ ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വർഷ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്? ഒപ്പം ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
ഗോകുൽ, ശ്രീനിധി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നും ഇവിടങ്ങളിലെല്ലാം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെ ഈ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതോടെ തന്നെ ഈ ശക്തമായ ഇടിമിന്നലും ശക്തമായ കാറ്റും മഴയോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ ആശങ്ക നൽകുന്ന കാര്യം. ശക്തമായ ഇടിമിന്നലോട് കൂടിയും കാറ്റിനോട് കൂടിയുമുള്ള മഴയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനാണ് സാധ്യത നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവരോടും പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗോകുൽ, ശ്രീനിധി. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാലാവസ്ഥ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ നൽകിയത്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക്. റിമാൻഡിലായ പ്രധാന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. അടുത്ത ആഴ്ച ആദ്യം കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആൻമരിയ, വലിയൊരു സെക്സ് റാക്കറ്റിന്റെ കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത്. അതിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിമാൻഡിലായ പ്രധാന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഇതൊരു വലിയ ശൃംഖല തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ആദ്യഘട്ടത്തിലൊക്കെ പ്രതിപട്ടികയിൽ 5 പേര് എന്ന ഘട്ടത്തിലേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയും കൂടുതൽ പ്രതികൾ ഇതിനകത്ത് പിടിയിലാകാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊരു വലിയ ശൃംഖലയാണ്, അതിലെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ നിലവിൽ പിടികൂടിയിരിക്കുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. കാരണം പ്രതിപട്ടികയിൽ ഇല്ലാത്ത ഒരാൾ, മുഖ്യ സൂത്രധാരൻ ഈ കേസിൽ ബിലാൽ എന്ന് പറയുന്ന ശ്രീകുമാറിനെ പോലീസ് പിടികൂടുന്നു. ഈ ശ്രീകുമാറിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശ്രീകുമാരും സിന്ധുവും തമ്മിലുള്ള, അതായത് കേസിൽ ഒന്നാം പ്രതിയായിട്ടുണ്ടായിരുന്ന സിന്ധുവും ഈ ബിലാലും തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്താണ്, കേസിൽ ഈ ബിലാലിന്റെ പങ്ക് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമായിട്ടുണ്ടായിരുന്നതുമാണ്. കേസിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഈ ബിലാലിനെ ഇന്നലെയാണ് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 3 പ്രതികളും നിലവിലിപ്പോൾ എന്തായാലും റിമാൻഡിലാണ്. ആകെ ഈ കേസിൽ പിടികൂടിയിരിക്കുന്നത് 4 പേരാണ്. അതായത് ബിലാല്, സിന്ധു, മഞ്ജിമ, അലീന, ഇങ്ങനെ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇനിയും 2 പേർ കൂടി പിടിയിലാകാൻ വേണ്ടിയിട്ടുണ്ട്. അവർ വിദേശത്തെന്നാണ് ലഭ്യമാകുന്നത്. അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ പിടിയിലായിരിക്കുന്ന 4 പേരെ, അതായത് റിമാൻഡിൽ കഴിയുന്ന 4 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ നീക്കം. അടുത്ത ആഴ്ചയോടുകൂടി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഇനിയും പിടിയിലാക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ ഈ ബിലാലിനെ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുന്നു. ബിലാലിന്റെ പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായ ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും ഉണ്ട്. പോലീസ് അത്തരം കാര്യങ്ങളൊന്നും തള്ളിക്കളയുന്നുമില്ല. എന്തായാലും കേസ് അത് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വലിയൊരു ശൃംഖല തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കേസിൽ ഈ കഴിഞ്ഞ റിമാൻഡിലായിരിക്കുന്നവരുടെ എല്ലാം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടുതൽ പരാതിക്കാർ ഈ കേസിൽ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭീഷണിയെ ഭയം മൂലം ഈ പരാതിക്കാരൊന്നും പരാതി നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. എന്നിരുന്നാൽ പോലും കൂടുതൽ തെളിവുകൾ പ്രതികൾക്കെതിരെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേസിലെ നിർണായകം എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അടുത്ത ആഴ്ചയോട് കൂടി കസ്റ്റഡി അപേക്ഷ നൽകും. പിന്നീട് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്ത് കേസ് കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ തീരുമാനം. ശരി, ആൻമരിയ സണ്ണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. മനീഷ സഞ്ജയ് ഹവൽദാറിനെയാണ് CBI അറസ്റ്റ് ചെയ്തത്. NDA നിയമിച്ച സബ്ജക്ട് എക്സ്പേർട്ട് ആണ് മനീഷ സഞ്ജയ് ഹവൽദാർ. ഫിസിക്സ് ചോദ്യപേപ്പറിന്റെ എല്ലാ തെറ്റുകളിലും അവർക്ക് പൂർണ്ണ ആക്സസ് ഉണ്ടായിരുന്നതായി CBI കണ്ടെത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, കെമിസ്ട്രിയുടെ മുഴുവൻ ചോദ്യം ചോർന്നു, ബയോളജി ചോർന്നു, ഇപ്പോൾ ഫിസിക്സ് ചോദ്യങ്ങളും പുറത്തുപോയി എന്നാണോ മനസ്സിലാക്കുന്നത്? ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകേണ്ടത്. ഏതായാലും ഈ നീറ്റ് UG പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 12 പേർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ, അത് 120 ചോദ്യങ്ങളും ചോർന്നു എന്നതാണ് പുറത്തു വന്നത്. പിന്നീട് ബയോളജി ചോദ്യപേപ്പറുകൾ ചോർന്നു. ഈ 2 ചോദ്യപേപ്പർ ചോർച്ചയിലും അധ്യാപകരെ പിടികൂടി. ഇപ്പോൾ മനീഷ ഹവൽദാർ എന്ന
ഫിസിക്സ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് അത് ഫിസിക്സ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് മനീഷ ഹവൽദാർ എന്ന അധ്യാപികയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിലേക്ക് എങ്ങനെ എത്തി? ഇവർക്ക് മുൻ സംഘത്തിൻ്റെ തന്നെ സഹായത്തോടു കൂടിയാണോ ചോദ്യപേപ്പർ ലഭിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. ബൽറാം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ബൽറാം, ഈ ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു? ഫിസിക്സിന്റെ ചോദ്യങ്ങളിലേക്ക് എങ്ങനെയാണ് പുറത്തുപോയത്? മുൻപ് പിടിയിലായ സംഘവുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ മനീഷ ഹവൽദാറിന്? ഗോകുൽ, നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് കൂടി നടന്നിരിക്കുകയാണ്. മനീഷ സഞ്ജയ് ഹവൽദാർ എന്ന ടീച്ചറാണ്, അല്ലെങ്കിൽ പ്രധാന അധ്യാപികയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്ക് നേരത്തെ അറസ്റ്റിലായ ആളുകളുമായി ബന്ധമുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകളും മൊഴികളും CBIക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും നീറ്റ് UG പരീക്ഷയിൽ ഇപ്പോൾ ഫിസിക്സ് ചോദ്യങ്ങളും പുറത്തുപോയി, അല്ലെങ്കിൽ ചോർന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ കെമിസ്ട്രിയുടെ കാര്യത്തിലും ബയോളജി ചോദ്യങ്ങളും പുറത്തുപോയി എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലാവുന്നു. ഇവർക്ക് മുൻപ് പിടിയിലായ അധ്യാപകരുമായി, ആ സംഘവുമായി ബന്ധമുണ്ടെന്നാണ്. അപ്പോൾ ആ ചോദ്യപേപ്പർ ഏതാണ്ട് 50% അതിലേറെയും ചോർന്നു എന്നത് വ്യക്തമാവുകയുമാണ്. ഗുരുതരമായ വീഴ്ച സംഭവിച്ചു NDAക്ക് എന്നത് കൂടുതൽ തെളിയുകയാണ് CBI അന്വേഷണത്തിൽ. കേരള തീരത്ത് ചരക്കുകപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഇന്ത്യയിൽ തുടരുന്ന കപ്പലിലെ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി തേടിയാണ് ഹർജി നൽകിയത്. കഴിഞ്ഞ വർഷം മെയിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ വിദേശ ജീവനക്കാരാണ് ഹർജി നൽകിയത്. ഒരു വർഷമായി ഇന്ത്യയിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും അന്വേഷണവുമായി സഹകരിച്ചിട്ടും പാസ്പോർട്ട് വിട്ടു നൽകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. റഷ്യ, യുക്രൈൻ, ജോർജിയ സ്വദേശികളായ ജീവനക്കാരുടെ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. കേസ് മെയ് 29 വീണ്ടും പരിഗണിക്കും. അവസാന യാത്രയിലും 2 പേർക്ക് ജീവൻ പകുത്തു നൽകിയ ഒരമ്മയുടെ കഥയാണിനി. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി ജസീന്ത കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജസീന്തയുടെ വൃക്കകളും കരളും ഇനി 2 പേർക്ക് ജീവന്റെ തുടിപ്പേകും. ദുബായിൽ സന്ദർശക വിസയിൽ കഴിയുകയായിരുന്നു വിയോഗം. തൃശൂർ ഗുരുവായൂർ കോട്ടപ്പടി കാവീട് വെള്ളറ വീട്ടിൽ ജോസ്മോന്റെ ഭാര്യ 63-കാരിയായ ജസീന്ത, എല്ലാവരുടെയും പ്രിയപ്പെട്ട ജസിയമ്മ. 3 വർഷം മുൻപ് ജീവന്റെ പാതിയായ ജോസ്മോൻ ജസിയോട് വിട പറഞ്ഞു. ഭർത്താവിന്റെ മരണമുണ്ടാക്കിയ ആഘാതം അമ്മയെ തളർത്തി. ശേഷം ദുബായിലുള്ള മകൾ ബ്രിറ്റിക്കൊപ്പമായി താമസം. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മസ്തിഷ്ക മരണമുണ്ടായി. പിന്നാലെ മക്കളും മരുമക്കളും ചേർന്ന് ആ തീരുമാനമെടുത്തു. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം തീരാ നോവാകുമ്പോഴും മറ്റ് 2 കുടുംബങ്ങളിൽ ആശ്വാസം എത്തിക്കുന്ന വലിയ തീരുമാനം. മമ്മി റെസ്പോണ്ടൊന്നും ചെയ്യാതെ ആയപ്പം മമ്മിനെ വെന്റിലേറ്ററിലാക്കിയപ്പോൾ തന്നെ മമ്മി DHA മോണിറ്റേർഡ് ആയിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, മമ്മീനെ കിട്ടാനുള്ള സാധ്യത, തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ DHA മമ്മിയുടെ ബ്രെയിൻ സ്റ്റെം ഫങ്ഷനിങ് ടെസ്റ്റ് നടത്തി. ടെസ്റ്റിൽ പോസിറ്റീവായിരുന്നു. മമ്മിയുടെ ബ്രെയിൻ ഡെത്തായെന്ന് അവർ ഡിക്ലെയർ ചെയ്തു. ഓണർ വാക്ക് എന്ന പേരിലുള്ള ബഹുമാന സൂചകമായ യാത്രയയപ്പ് നൽകിയാണ് ജസീന്തയെ ആശുപത്രിയിൽ നിന്ന് യാത്രയാക്കിയത്. ജസീന്തയുടെ വൃക്കകളും കരളും മറ്റ് 2 പേർക്കായി നൽകി. മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. UAE നിയമപ്രകാരം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ അവയവദാനം സാധ്യമാകൂ. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഹയാത്ത് ആപ്പിലോ വെബ്സൈറ്റിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. സന്ദർശക വിസയിലെത്തി ഒരു മലയാളി അവയവദാനം നടത്തുന്നതും അപൂർവമാണ്. എത്ര അകലേക്ക് മറഞ്ഞാലും ജസിയമ്മ ദുബായിയുടെ ഹൃദയത്തിൽ മായാത്തൊരു മുദ്ര പതിപ്പിച്ചാണ് മടങ്ങുന്നത്. എക്കാലവും തിളങ്ങി നിൽക്കുന്ന മുദ്ര. മുഹമ്മദ് റഹീസ്, 24, ദുബായ്.
ഇന്ധനവിലയിൽ വീണ്ടും വർധന എന്ന വാർത്തയാണ് വരുന്നത്. നേരിയ വിലവർധന എന്നതാണോ, എത്രയാണ് ആ വിലവർധനയുടെ കൂടിയിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയിരിക്കുന്നത്. വിനീത വിജി ഉണ്ട് വിവരങ്ങളുമായി. വിനീത, ഇതിപ്പോൾ മൂന്നാമത്തെ വർധനയാണ്. 8 രൂപ വരെ വർദ്ധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എത്രയായി? ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ നേരിയ ഒരു വർധനവാണ് ഈ കാര്യത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പെട്രോളിന് 87 പൈസയും ഒപ്പം ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് വർധന ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 3 രൂപയോളം വർധന വന്നിരുന്നു. അതിനുശേഷം ഏതാണ്ട് 90 പൈസയോളം ഒരു വർധനവ് ഉണ്ടായി. അങ്ങനെ ഏറെക്കുറെ ഒരു 4 രൂപ വരെ ഒരു വർധനവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. ഇന്നിതാ ഇപ്പോൾ വീണ്ടും 87 പൈസയും 91 പൈസയും എന്ന നിലയിലേക്കാണ് വർധനവുണ്ടായിരിക്കുന്നത്. 10 ദിവസത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഈ വർധന വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഇന്ധനക്ഷാമം ഇല്ല എന്ന കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള LPG ഒപ്പം തന്നെ പെട്രോൾ, ഡീസൽ ഒക്കെ നമുക്ക് ആവശ്യത്തിനുണ്ട്, ലഭ്യതയുണ്ട് എന്ന തരത്തിലായിരുന്നു ആ വിശദീകരണം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു വർധന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ശരി വിനീത, ഏതായാലും കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ ആദ്യം 3 രൂപ കൂട്ടി, പിന്നീട് 2 ഘട്ടമായി, ഇന്നും കഴിഞ്ഞ ദിവസവുമായി 2 രൂപയ്ക്കടുത്ത് കൂട്ടി. അങ്ങനെ ഏതാണ്ട് 5 രൂപയുടെ വർധനയുണ്ടായി. 8 രൂപ വരെ വർദ്ധിച്ചേക്കാമെന്നാണ് ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്ര പെട്രോളിയം വൃത്തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു 3 രൂപയുടെ കൂടി വർധന നമുക്ക് പ്രതീക്ഷിക്കാം. അതിനപ്പുറം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ 6 വർഷം നീണ്ട സമര പോരാട്ടം വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കോഴിക്കോട്ടെ കാട്ടിൽ പിടിക സമരസമിതി. പായസം വിതരണം ചെയ്തും ബാൻഡ് മേളം സംഘടിപ്പിച്ചുമാണ് സമരപ്പന്തൽ പൊളിച്ച് 6 വർഷം നീണ്ട സമരം അവർ അവസാനിപ്പിച്ചത്. സമരം വിജയിച്ചു. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ദുരന്ത പദ്ധതി അറബിക്കടലിൽ. സിന്ദാബാദ്. വിജയിച്ചു, വിജയിച്ചു, കേരള സമരം വിജയിച്ചു. ഈ മുദ്രാവാക്യം വിളി ഒരു ജനത അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷം കൂടിയാണ്. 1 ലക്ഷത്തോളം വരുന്ന ജനത്തെ കുടിയൊഴിപ്പിച്ചുള്ള കേരളിനെതിരെ 2020 ഒക്ടോബർ 2 കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ കാട്ടിൽപീടിക പ്രദേശത്ത് ആദ്യ സമരപ്പന്തൽ ഉയർന്നത്. മേധ പട്കർ, സന്ദീപ് പാണ്ഡെ, SP ഉദയകുമാർ തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രവർത്തകർ അഭിവാദ്യവുമായി കാട്ടിൽപീടികയിലെത്തി. സർക്കാർ പോലീസ് വേട്ടയാടലുകൾ ഉണ്ടായിട്ടും രാഷ്ട്രീയം മറന്ന് ജനം കൈകോർത്തു. കാട്ടിൽപീടിക ഉയർത്തിയ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങി. ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് കാട്ടിലപ്പിടിക ഈ പ്രദേശത്ത് നിന്ന് തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ച ഒരു സമരം കൃത്യമായി വിജയിച്ച, യഥാർത്ഥത്തിൽ ഏറ്റവും പൂർണ്ണമായി വിജയിച്ച ഒരു സമരമാണ് കേരളത്തിൽ നടന്ന കേരള വിരുദ്ധ സമരം. ഞങ്ങൾക്കെല്ലാം അഭിമാനിക്കാം. ഇത് ഒരു നായകനല്ല, പല നായകന്മാരല്ല, മറിച്ച് ഈ സമരത്തിന്റെ നായകന്മാർ ജനങ്ങളാണ്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുവാനോ ചോർന്നൊലിക്കുന്ന വീട് നന്നാക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ 6 വർഷം അനുഭവിച്ച ദുരിതങ്ങൾക്ക് അറുതി വന്നുവെന്ന ആശ്വാസത്തോടെ അവർ മധുരം പങ്കിട്ടു, നിറപുഞ്ചിരിയോടെ. രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇച്ഛാശക്തിയിലൂടെയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ ഈ സമരപ്പന്തലിൽ സമരമിരുന്നത്. ആ സമരം മലബാറിന്റെ സമരചരിത്രത്തിൽ ഒരു ഏട് തന്നെയായിരുന്നു. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കർഷകരിലേക്ക് എത്തുകയാണ്. നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കി രാസവളത്തിന്റെ വില കുതിക്കുന്നു. 2 ആഴ്ചക്കിടെ വളത്തിന് 50% വില കൂടി. യൂറിയയ്ക്കും കടുത്ത ക്ഷാമമാണെന്ന് കർഷകർ പറയുന്നു. നെല്ല് സംഭരിച്ച ശേഷം പണം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്ന കർഷകരെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് രാസവളത്തിന്റെ വിലക്കയറ്റം. കഴിഞ്ഞ 3 ആഴ്ചയായി സംസ്ഥാനത്ത് രാസവളത്തിന്റെ വില 50% വർദ്ധിച്ചു. NPK വളത്തിന്റെ വില ചാക്കിന് 1500 നിന്ന് 2100 രൂപയായി. പൊട്ടാഷ് 1800 നിന്ന്
1975 രൂപ വരെയായി ഉയർന്നു. ആകെ സബ്സിഡി ലഭിക്കുന്ന യൂറിയയ്ക്കാകട്ടെ 300 രൂപയിൽ കൂടുതലായി. പാലക്കാട് ജില്ലയിൽ യൂറിയയ്ക്ക് കടുത്ത ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. ഒന്നാം വിളയ്ക്ക് ഒരുക്കം നടത്തുന്ന നെൽകർഷകർ ഇതോടെ കടുത്ത പ്രതിസന്ധിയിലായി. ഇനി കൃഷി ചെയ്യണമെങ്കിൽ നെല്ല് എടുത്തിട്ടില്ല, എടുത്തതിന് പൈസ കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യുന്നറിയില്ല. കർഷകൻ്റെ കാര്യം എന്നും ബുദ്ധിമുട്ടാണ്. പുതിയ സർക്കാർ വന്ന ശേഷം മന്ത്രിസഭ കൂടി അതിനുശേഷം കൃഷിമന്ത്രി സിദ്ദിഖ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി തടസ്സപ്പെട്ടതാണ് വിലക്കയറ്റത്തിന് കാരണമായത്. വിലക്കയറ്റത്തിന്റെ മറവിൽ കർഷകർ വിപണിയിൽ വലിയ ചൂഷണം നേരിടുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ സഹായത്തോടെ സഹകരണ സംഘങ്ങൾ വഴി ന്യായവിലയ്ക്ക് വളം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 24 പാലക്കാട്. ഇപ്പോൾ വരുന്നൊരു ഞെട്ടിക്കുന്നൊരു വാർത്തയിലേക്കാണ് കടക്കുന്നത് ഗോകുൽ. മഹാരാഷ്ട്രയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. മഹാരാഷ്ട്രയിൽ ചന്ദ്രാപൂരിൽ 4 സ്ത്രീകളെ കടുവ ആക്രമിച്ചു കൊന്നു. വനമേഖലയിൽ ബീഡി നിർമ്മാണത്തിനുള്ള ഇല ശേഖരിക്കാൻ പോയവരാണ് ആക്രമിക്കപ്പെട്ടത്. കടുവയ്ക്കായി വനം വകുപ്പ് തെരച്ചിൽ നടത്തുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ഒറ്റയടിക്ക് ഇത്ര പേര് അല്ലെങ്കിൽ കടുവ ആക്രമിക്കുന്നതോ അവരുടെ ജീവൻ എടുക്കുന്നതോ സംഭവം അടുത്തെങ്കിലും നമ്മൾ കേട്ടിട്ടില്ല. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ഗോകുൽ, ശ്രീനിധി, പലപ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലയാണ് ഈ ചന്ദ്രാപൂർ എന്നത്. അവിടെയുള്ള ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ മാറി ചിന്തേവാഹി താലൂക്കിലെ പവൻപൂർ വനമേഖലയിലാണ് ഈ സംഭവം ഉണ്ടായത്. പുലർച്ചെ സ്ത്രീകളുടെ ഒരു സംഘം, 13 പേരടങ്ങുന്ന ഒരു സംഘം വനത്തിലേക്ക് പോകുന്നു. ബീഡി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടെണ്ടു എന്ന ഇല ശേഖരിക്കാൻ പോയതാണ് ഈ സ്ത്രീകളുടെ ഈ സംഘം. അവിടെ വെച്ചാണ് രാവിലെ 8 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. കടുവ ഇവർക്ക് നേരെ ചാടി വീഴുന്നു. കുറച്ചു പേർക്കെങ്കിലും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും 4 പേർക്ക് അത് കഴിഞ്ഞില്ല. അവരെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് പുലി അവിടെ നിന്ന് ഓടി മറയുകയും ചെയ്തിട്ടുണ്ട്. വനംവകുപ്പ് ഇപ്പോൾ ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും ഇനി ആ മേഖലയിലേക്ക് ആരും പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടിയന്തര സഹായമായി ഒരു 25,000 രൂപ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മേഖലയിൽ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇത് ആദ്യമായല്ല പുലിയുടെ ഒരു ആക്രമണം, അല്ലെ കടുവയുടെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാവുന്നത്. അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പുലിയെ പിടികൂടണമെന്നും കടുവയെ പിടികൂടണമെന്നും വെടിവെച്ച് കൊല്ലണമെന്നുമുള്ള ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമുണ്ട്. ഗോകുൽ, ശ്രീനാഥ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നടുക്കുന്ന വാർത്തയാണ് രാവിലെ വരുന്നത്. മഹാരാഷ്ട്രയിലാണ് 4 സ്ത്രീകളെയാണ് കടുവ ആക്രമിച്ചു വന്നത്. വനത്തിനുള്ളിൽ വെച്ചാണെങ്കിൽ പോലും ഒറ്റയടിക്ക് ഒരു സംഭവത്തിൽ തന്നെ ഈ 4 പേരുടെ ജീവൻ നഷ്ടപ്പെടുക എന്നത് ഈ അടുത്തെങ്കിലും നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ആക്രമണമാണ്. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിൽ ഭീഷണി ആശങ്ക വർദ്ധിക്കുന്നു. കാലവർഷം അടുത്തിരിക്കെ കുന്നിടിഞ്ഞ് താഴുന്നത് ഒഴിവാക്കാൻ ഇവിടം തട്ടുകളാക്കി തിരിക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തിക്ക് വേഗം പോരാ. വേനൽ മഴയിൽ തട്ടുതിരിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം കുത്തിയൊലിച്ചതും നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. ദേശീയപാത 66 നിർമ്മാണത്തിനായി വീരമലക്കുന്നിൽ കുത്തനെ അശാസ്ത്രീയമായി മണ്ണെടുത്തപ്പോൾ കഴിഞ്ഞ ജൂലൈ 23 കുന്നിടിഞ്ഞ് താഴ്ന്നിരുന്നു. വലിയ അപകടമുണ്ടായില്ലെങ്കിലും ഭീഷണി നിലനിൽക്കുന്നതിനാൽ കുന്നിനെ തട്ടുകളാക്കി തിരിച്ച് മണ്ണ് സംരക്ഷിക്കാനായിരുന്നു പദ്ധതി. മെയ് 20 പ്രവൃത്തി പൂർത്തീകരിക്കാനായിരുന്നു നിർദ്ദേശമെങ്കിലും ഇപ്പോഴും ഒച്ചിന്റെ വേഗമാണ്. 2 ദിവസം പെയ്ത വേനൽ മഴയിൽ മണ്ണിടിഞ്ഞ് സുരക്ഷാ ഭിത്തിയും മറികടന്ന് പാറക്കല്ലും മണ്ണും താഴേക്കെത്തി. ഇപ്പോഴേ അവർ മേലെ കൂടി മേന്നാണ് തട്ട് തിരിച്ചാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അതായത് നോക്കുമ്പോൾ അവിടെ മേലെ ഉറച്ച മണ്ണാണ് കുറച്ചും കൂടി തട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ലൂസായിട്ട് വീണ മണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളൊരു ശക്തമായ മഴ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് പ്രവചനാതീതമാണ്. നമ്മൾ വളരെ ആശങ്കാഭരിതരാണ് ആ കാര്യത്തിൽ. കാലവർഷം എത്തുമ്പോൾ തട്ടുതിരിക്കൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. കുന്നിന്റെ മധ്യഭാഗത്ത് മാത്രമാണ് അല്പമെങ്കിലും തട്ടുകളാക്കി നെറ്റ് വിരിച്ച് കോൺക്രീറ്റിങ്ങും കയർ ഭൂവസ്ത്രം വിരിക്കലും നടന്നത്. ഇടിയുമ്പോൾ മണ്ണ് മുഴുവൻ റോഡിലേക്ക് ഹൈവേ ബ്ലോക്ക് ആവുമെന്ന് മാത്രമല്ല, ഇതിലെ പോകുന്ന കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഒരുപാട് ജീവാപായം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കർണാടക ഷിരൂരിൽ ഉണ്ടായതിന് സമാനമായ അപകടത്തിനാണ് കഴിഞ്ഞ വർഷം വീരമലയും സാക്ഷ്യം വഹിച്ചത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളം ഗതാഗതം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. തൊട്ടടുത്ത മട്ടലായിക്കുന്നിലും സമാനമായ അവസ്ഥയാണ്. ചരിത്രപരമായും ഭൗമശാസ്ത്രപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ് വീരമലക്കുന്ന്.
ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണുമാന്തി യന്ത്രങ്ങളുടെ നീളൻ കൈകൾ അവിടേക്ക് പതിച്ചു കഴിഞ്ഞു. ഒരു മഴക്കാലം കൂടി എത്തുമ്പോൾ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വലിയൊരു അപകടത്തുരുത്തായി മാറുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. വീരമലക്കുന്നിൽ നിന്നും പ്രദീപ് നാരായണൻ, 24. ദേശീയപാതയിൽ കാസർഗോഡ് നീലേശ്വരത്ത് ആകാശപാത വേണമെന്ന ആവശ്യം പരിഗണിച്ചേക്കുമെന്ന സൂചന. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ദേശീയപാതയിൽ മാർക്കറ്റ് ജംഗ്ഷന് സമീപം നിലവിലുള്ള പഴയ പാലം പൊളിച്ചു നീക്കി 3 വരിയിൽ പുതിയ പാലം പണിയണമെന്നും റിപ്പോർട്ടിലുണ്ട്. നീലേശ്വരം നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായ മാർക്കറ്റ് ജംഗ്ഷനിൽ മണ്ണിട്ടുയർത്തിയുള്ള ദേശീയപാത നിർമ്മാണത്തിനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. മേൽപ്പാലം വേണമെന്ന ആവശ്യമുയർത്തി നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് അഡ്ഹോക് കമ്മിറ്റിയും മറ്റൊരു ഭാഗത്ത് ജനകീയ സമിതിയും അനിശ്ചിതകാല സമരത്തിലാണ്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നീലേശ്വരത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി. തുടർന്നാണ് അദ്ദേഹം മേൽപ്പാലം വേണമെന്ന ആവശ്യമുയർത്തി സംസ്ഥാന സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ നമ്മളിപ്പം ഒരു എക്സ്പേർട്ട് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഫ്ലൈ ഓവർ വേണമെന്ന് തന്നെയാണ് അപ്പോൾ അവർ റിപ്പോർട്ട് തന്നത്. അതനുസരിച്ച് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. NHലും അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ അവർ മുന്നോട്ട് പോകുമായിരിക്കും. മേൽപ്പാലം എന്ന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് ഇരു സമരസമിതികളും വ്യക്തമാക്കി. ഇപ്പോൾ കലക്ടർ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്തു. അദ്ദേഹം നമുക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കൃത്യവും വ്യക്തവുമായ ഉറപ്പ് ലഭിക്കാതെ നമുക്ക് ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ നാട്ടിൻ്റെ കൃത്യമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഈ സമരം 61ാം ദിവസത്തിൽ നമ്മളിന്ന് സമരത്തിൽ കിടക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഭൂമിശാസ്ത്രപരവും പരിസ്ഥിതി സംബന്ധമായും ശാസ്ത്രീയ പഠനം നടത്തി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് നേരത്തെ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലവർഷം മുന്നിൽ കണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 24 കാസർഗോഡ്. ഗൂഗിൾ ഇന്നറിയാം ആരാണ് ആ ഭാഗ്യശാലി എന്നല്ലേ? ടിക്കറ്റ് എടുക്കാത്ത നമുക്ക് എന്ത് ഭാഗ്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം. വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക. 44 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതുവരെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ആകെ 45 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അജ്മൽ ദിറാറാണ് ചേരുന്നത്. അജ്മൽ, ഇന്നാണ് ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയുന്നത്. മാത്രമല്ല റെക്കോർഡ് വിൽപ്പനയാണ് ടിക്കറ്റിൽ നടന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഗോകുൽ ശ്രീനിധി, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 45 ലക്ഷത്തോളം പേരുടെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട് ഗോർഖെ ഭവനിലാണ് നറുക്കെടുപ്പ് വേദിയിൽ ഇന്ന് ഈ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. ഈ സംസ്ഥാന ചരിത്രത്തിൽ ഈ 45 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുക എന്ന് പറയുന്ന ഒരു റെക്കോർഡ് തന്നെയാണ്. കഴിഞ്ഞ തവണ 42 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് എന്നാണ് ഈ ഭാഗ്യക്കുറി ഈ ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തവണ 45 ലക്ഷം ടിക്കറ്റുകൾ പുറത്തിറക്കിയ മുഴുവൻ ടിക്കറ്റുകളും ഏജന്റുമാർ വഴി വിറ്റു എന്നും ലോട്ടറി വകുപ്പ് അറിയിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. തൊട്ടുപിറകെ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ തൊട്ട് പിന്നാലെയുണ്ട്. ഏതായാലും 300 രൂപ വിലയുള്ള ടിക്കറ്റിന്റെ ആദ്യ സമ്മാനം എന്ന് പറയുന്നത് 12 കോടി രൂപയാണ്. ആ 12 കോടി ഏത് ഭാഗ്യശാലിക്കാണ് കിട്ടുക എന്നതാണ് ഈ 45 ലക്ഷം പേരുടെ നെഞ്ചെടുപ്പേറ്റുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണം. പിന്നെ ഈ അതേ അക്കം വരുന്ന 5 സീരീസുകളിലുള്ളവർക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. പിന്നീട് രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടി രൂപ വീതം 6 പരമ്പരകളിലുള്ളവർക്കാണ് ലഭിക്കുക, 6 സീരീസുകളുള്ളവർക്കാണ് ലഭിക്കുക. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഗോർഖെ ഭവനിലെ ഈ നറുക്കെടുപ്പ് വേദിയിൽ നടക്കുന്ന ഈ നറുക്കെടുപ്പിൽ അറിയാം ഈ വിഷു ബമ്പർ ഭാഗ്യശാലി ഏത് മലയാളിയാണ് അല്ലെങ്കിൽ ഇനി അന്യസംസ്ഥാന തൊഴിലാളിയാണോ ആരാണ് എന്നുള്ളത് ഏതായാലും ഉച്ചയ്ക്ക് 2 മണിയോടെ അറിയാം. ഗോകുൽ ശ്രീനിധി. ശരി, എന്തായാലും ഉച്ചയോടെ തന്നെ ആ ഭാഗ്യശാലി അറിയാൻ പറ്റും. പൊതുവേ നമുക്കറിയാം പാലക്കാട് എന്നും ആ ഭാഗ്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ പല ബമ്പർ ടിക്കറ്റുകൾ എറണാകുളത്ത് ഭാഗ്യശാലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് ഇത്തവണ ഭാഗ്യം എന്നത് അറിയില്ല. കോഴിക്കോടാണോ പാലക്കാടാണോ എറണാകുളത്താണോ എന്നും കാത്തിരിക്കുകയാണ് ടിക്കറ്റ് എടുത്തവർ. ഇനി ടിക്കറ്റ് എടുക്കാത്തവർക്കും കുറച്ച് സമയം കൂടി ഉണ്ട്. രാവിലെ തന്നെ പോയി ടിക്കറ്റ് എടുത്ത് ആ ഭാഗ്യ പോരാട്ടത്തിൽ പങ്കെടുക്കാം. കോഴിക്കോട് താമരശ്ശേരിയിൽ EV ചാർജിംഗ് മെഷീനകത്ത് നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. ദേശീയപാതയോരത്ത് താമരശ്ശേരി വട്ടക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗോ ഈസി EV ചാർജിംഗ് സ്റ്റേഷന്റെ മെഷീനകത്ത് നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്.
ചാർജ് ചെയ്യാനെത്തിയ വാഹനത്തിന്റെ ഡ്രൈവറാണ് ആദ്യം പാമ്പിനെ കണ്ടത്. ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് RRT അംഗം കരീം എത്തി പാമ്പിനെ പിടികൂടി. രാത്രി 10:30 സംഭവം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.